Hello dears, welcome to ACS online class. നമ്മൾ പേജ് നമ്പർ 88 വരെ പഠിച്ചല്ലേ. ഇന്ന് നമുക്ക് ബാക്കി പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 89 മിസ് വായിക്കാം. Story problems. Nisha and Sonu were making story problems. Nisha said 13 boys and 14 girls in a class. Sonu, can you make a problem on it? എന്താണ് നിഷയും സോണും കൂടെ ഒരു കഥ പറയും. ആ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ നിഷ പറയുന്ന കഥ എന്താണ്? 13 ബോയ്സും 14 ഗേൾസും ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് സോണു, ക്യാൻ യു മേക്ക് എ പ്രോബ്ലം ഓൺ ഇറ്റ്? സോനു, നിഷ പറയാണ്, സോനുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ഒരു ഒറ്റ സെന്റൻസിൽ നിന്ന് 13 ബോയ്സും 14 ഗേൾസും ഒരു ക്ലാസ്സിലുണ്ട്, ആ ഒരു സെന്റൻസിൽ നിന്ന് നിനക്കൊരു ചോദ്യം ഉണ്ടാക്കാമോ എന്ന് നിഷ സോനുവിനോട് ചോദിക്കുകയാണെ. അപ്പൊ സോനു എഴുതി, there are 13 boys and 14 girls in the class. How many students are there all together? അപ്പൊ സോനു ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? നിഷ പറഞ്ഞ ആ സെന്റൻസ് അല്ലേ, അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു. There are 13 boys and 14 girls in a class. How many students are there all together? അങ്ങനെയെങ്കിൽ എന്താണ്, ഒരു ക്ലാസ്സിൽ 13 ബോയ്സ് ഉണ്ട്, 14 ഗേൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? സോനു ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ കണ്ടില്ലേ. അപ്പൊ ഒരു കഥ അല്ലെങ്കിൽ ഒരു സെന്റൻസ് തരും, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അല്ലേ. നമുക്ക് അടുത്ത് ചെയ്യാം. You can also make story problems with your friends. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി എന്താണ് ഒരു സ്റ്റോറി പ്രോബ്ലംസ് മേക്ക് ചെയ്യാൻ. ഒരു സ്റ്റോറി പറയും, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Look at each picture and the words next to each. Write your problem below it. എന്താണ് ഓരോ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, ആ സെന്റൻസുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 36 men and 52 women waiting for their turn. എന്താണ് ഒരു പടം കണ്ടില്ലേ? Your vote counts. കണ്ടില്ലേ, വോട്ട് ചെയ്യാനായിട്ട് കുറെ ജനങ്ങൾ കൂടി നിൽക്കുകയാണ് അല്ലെ. ആ പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്? ആ ജനങ്ങളുടെ ഇടയിൽ 36 men and 52 women അല്ലെ, അവരെല്ലാം 32 ആണുങ്ങളും 52 സ്ത്രീകളും എന്താണ് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ വേണ്ടി അവരെല്ലാം എന്താണ് കാത്തു നിൽക്കുകയല്ലേ. അവരുടെ ആ ഒരു വോട്ട് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ഈ ഒരു ഒറ്റ സെന്റൻസിൽ നിന്ന് ഈ ഒരു പിക്ചറിൽ നിന്ന് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും പറ്റുമോ? മിസ് ഒന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക. There are 36 men and 52 women standing in queue waiting for their turn to cast their votes. എന്താണ് അവിടെ 36 ആണുങ്ങളും 52 സ്ത്രീകളും എന്താണ് അവര് ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ആ ഒരു അവസരത്തിന് വേണ്ടി ഒരു ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത സെന്റൻസ്, ക്വസ്റ്റ്യന്റെ അടുത്ത സെന്റൻസ്, how many men and women are there all together? കണ്ടോ, അങ്ങനെയെങ്കിൽ എത്ര മെൻ അല്ലെങ്കിൽ എത്ര വിമൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ. മിസ് ഈ ക്ലാസ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെയൊക്കെ ആ ക്വസ്റ്റ്യൻസ് മിസ് പ്രിപ്പയർ ചെയ്തേക്കുന്നതിന്റെ മിസ് എഴുതിയതിന്റെ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട് വരാം. അപ്പൊ എല്ലാവരും അത് നോക്കി ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ. ഇനി അടുത്തത് ബി, സെക്കൻഡ് ക്വസ്റ്റ്യൻ. We have our midday meal in 20 minutes and play for 15 minutes. കണ്ടില്ലേ, അവർക്ക് ഒരു പകുതി ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ, അതായത് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്താണ് കുട്ടികൾക്ക് 20 മിനിറ്റ് കൊടുക്കും. ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. And play for 15 minutes എന്താണ് കളിക്കാൻ വേണ്ടി 15 മിനിറ്റ് കൊടുക്കും. ആ രണ്ട് പിക്ചേഴ്സിൽ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസും ഈ ഒരു പിക്ചറും വെച്ചിട്ട്, ഈ രണ്ട് പിക്ചേഴ്സും വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. മിസ് വായിക്കട്ടെ, സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യം. മിസ് വായിക്കാം കേട്ടോ. We took our midday meal in 20 minutes and played for 15 minutes. Full stop. How many total time was taken in having meal and playing? എന്താണ് ഞങ്ങള്
ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി 20 മിനിറ്റും കളിക്കാൻ വേണ്ടി 15 മിനിറ്റും ചെലവഴിച്ചു. ഇവർക്ക് രണ്ടിനും വേണ്ടി ഉച്ചഭക്ഷണത്തിനും എന്താണ് കളിക്കാനും വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ടോട്ടൽ സമയം എത്രയാണ്? ഓക്കെ, അപ്പൊ അത് ചോദ്യമായി അല്ലേ. അപ്പൊ ഒരു സെന്റൻസ് തന്നു, ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ആ പിക്ചറിൽ നിന്നും ആ സെന്റൻസിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The post office is 1 kilometer from Shahid's home and 2 kilometers from his school. എന്താണ് പോസ്റ്റ് ഓഫീസ്? ഷാഹിദിന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ്, പക്ഷെ സ്കൂളിൽ നിന്നോ 2 കിലോമീറ്റർ അകലെയുമാണ്. പോസ്റ്റ് ഓഫീസ് സ്കൂളിൽ തമ്മിൽ വ്യത്യാസം എന്താണ്? 2 കിലോമീറ്റർ. അപ്പൊ ആ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നടുക്ക് പോസ്റ്റ് ഓഫീസ് ആണ്. ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷാഹിദിന്റെ വീടാണ്, ലെഫ്റ്റ് സൈഡിൽ ആ പിക്ചർ സ്കൂളാണ് അല്ലെ. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്നും ആ സെന്റൻസിൽ നിന്നും എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. മിസ് വായിക്കാം. The post office is in between Shahid's home and his school. അല്ലെ, എന്താണ് പോസ്റ്റ് ഓഫീസ് ഷാഹിദിന്റെ വീടിന്റെയും സ്കൂളിന്റെയും ഇടയിലായിട്ടാണ്. If the distance between Shahid's home and post office is 1 kilometer and between post office and school is 2 kilometer, then what is the distance of school from Shahid's home? എന്താണ് സ്കൂളിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ഇടയിലത്തെ ദൂരം 2 കിലോമീറ്ററും വീടിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ഇടയിലത്തെ ദൂരം എന്താണ് 1 കിലോമീറ്റർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഷാഹിദിന്റെ വീടിൽ നിന്നും ഷാഹിദിന്റെ സ്കൂളിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര ദൂരമുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിരമറിച്ച് നമ്മുടെ ഈ എക്സസൈസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സെന്റൻസ് തരും, ഒരു പിക്ചർ തരും, അത് വെച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്യാനാണ് അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടി. Bundy has read 27 books and Bubbly has read 34 books. Bundy എന്താണ് 27 ബുക്സ് വായിച്ചു, ബബ്ലിയോ 34 ബുക്സ് വായിച്ചു. ആ പിക്ചറിൽ അവർ രണ്ടുപേരുടെ ഫോട്ടോസും കുറച്ച് ബുക്സും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ചോദ്യം എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും? വായിക്കാം. Bundy has read 27 books and Bubbly has read 34 books. Who has read more books and by how much? ആരാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചത്, എത്ര കൂടുതൽ വായിച്ചു? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യത്തിന്റെ മിസ് എഴുതിയേക്കുന്നതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. ആ ചോദ്യങ്ങളെല്ലാം മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം, അത് നോക്കി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക. ഓക്കെ, എളുപ്പമല്ലേ? കൗണ്ട് ടു സബ്ട്രാക്ട്. ഇനി നമ്മൾ അഡീഷനിൽ കുറച്ച് ട്രിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഒക്കെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഡോൾമ ബോട്ട് 4 dozen അല്ലെങ്കിൽ 48 ബനാനാസ്. എന്താണ് ഡോൾമ എന്ന് പറയുന്ന ഒരു വ്യക്തി 4 ഡസൻ ബനാനാസ് വാങ്ങിച്ചു. 4 ഡസൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡസൻ എന്ന് വെച്ചാൽ ടോട്ടൽ 12 എണ്ണം കാണും. അപ്പൊ 4 ഡസൻ എന്ന് വെച്ചാലോ 12 + 12 + 12 + 12. ഓക്കെ, 4 പ്രാവശ്യം 12 കൂട്ടണം അല്ലെ. അല്ലെങ്കിലോ 12 × 4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ടോട്ടൽ ഡോൾമ വാങ്ങിച്ച ബനാനാസിന്റെ എണ്ണം എത്രയാണ്? 48 ബനാനാസ്. സത്യല്ലേ? And gave one to each of her friends. എന്താണ് ഡോൾമ 48 ബനാനാസ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? ഓരോന്നും സുഹൃത്തുക്കൾക്ക് കൊടുത്തു. 13 bananas were left. How many friends got a banana? എന്താണ് 48 ബനാനാസ് വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. മിച്ചം എത്ര മിച്ചം വന്നു? 13 ബനാനാസ് മിച്ചം വന്നല്ലേ. അങ്ങനെയെങ്കിൽ എത്ര ഫ്രണ്ട്സിനാണ് ആ ബനാനാസ് ഡോൾമ കൊടുത്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, as you know, this can be found out by counting forward from 13 അല്ലേ. അപ്പൊ എത്ര സുഹൃത്തുക്കൾക്ക് ബനാനാസ് കൊടുത്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ 13 എണ്ണം മിച്ചമുണ്ട് അല്ലേ. ബാക്കി നമ്മൾ 48 വരെ കൗണ്ട് ചെയ്താൽ മതി. 13 കഴിഞ്ഞ് വരുന്ന 14, 15, 16 അങ്ങനെ 14 1 ആയിട്ട്, 15 2 ആയിട്ട്, 16 3 ആയിട്ട് അങ്ങനെ കൗണ്ട് ചെയ്ത് എന്ത് ചെയ്യണം? 48 ബനാനാസ് വരെ എത്ര കൗണ്ട് വരുന്നു നമ്മൾ നോക്കിയാൽ മതി അല്ലേ. It is easier to count in terms of 10. You can also use Kittu's home shown on page number 29 to solve these problems. എന്താണ് ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് 10 വീതം പെട്ടെന്ന്
നമുക്ക് കൗണ്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓരോന്ന് കൈ വെച്ച് എഴുതി അങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാൽ എങ്ങനെയാണെന്ന്. ടോട്ടൽ എത്ര ബനാനാസ് ഉണ്ടായിരുന്നു? ടോട്ടൽ 48 ബനാനാസ് ഉണ്ടായിരുന്നു അല്ലെ. മിച്ചം എത്ര ബനാനാസ് ഉണ്ട്? 13 ബനാനാസ് മിച്ചമുണ്ട്. സത്യല്ലേ? സത്യല്ലേ? ടോട്ടൽ 48 ബനാനാസ് വാങ്ങിച്ചിരുന്നു. എന്താണ് 48? ഓക്കെ, ഇവിടെ വരുന്ന ആണോ? മിച്ചം ടോട്ടൽ ഇത്രയും ബനാനാസ് വാങ്ങിച്ചു. മിച്ചം എത്രയുണ്ട്? 13 എണ്ണം മിച്ചമുണ്ട്. ഇങ്ങോട്ടേക്കുള്ളതെല്ലാം മിച്ചമുണ്ടല്ലോ, ഇവിടെ നിന്നുള്ളതെല്ലാം ചെലവായി. അപ്പൊ നമുക്ക് ആ ചെലവായതിന്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് 10 വീതം ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യും? 13 + 10 എന്താണ്? 23. പിന്നെയോ 33. പിന്നെയോ 43. അങ്ങനെ 48. നമുക്ക് 10 എണ്ണം വീതം ആഡ് ചെയ്ത് നോക്കാം. 13 + 10 ആണ് അല്ലെ, +10 ആണ് 23. ഇവിടെ നിന്നും +10, 23യിൽ നിന്ന് +10 ആണ് 33 അല്ലെ. 33യിൽ നിന്നും +10 ആണ് എന്ത്? 43. ഇനി 43യിൽ നിന്ന് 48ലോട്ട് എത്ര ദൂരമുണ്ട്? +5 അല്ലെ. +5 ഉള്ളൂ. സത്യല്ലേ? സത്യല്ലേ? അപ്പൊ നമുക്ക് 30യിൽ നിന്ന് 23 എത്താൻ 10 കൂട്ടണം. പിന്നെയോ 23യിൽ നിന്ന് 33 എത്താൻ പിന്നെയും എന്ത് ചെയ്യണം? 10 കൂട്ടണം. പിന്നെ 33യിൽ നിന്ന് 43യിൽ എത്താൻ പിന്നെയും 10 കൂട്ടണം. പിന്നെ 43യിൽ നിന്ന് 48 എത്താൻ വേണ്ടി എത്ര കൂട്ടിയാൽ മതി? 5 കൂട്ടിയാൽ മതി അല്ലേ. നമുക്ക് ടോട്ടൽ അപ്പം കൂട്ടി നോക്കാം. 10 ഫസ്റ്റ് ഈ 10 പ്ലസ് രണ്ടാമത്തെ ഈ 10 പ്ലസ് മൂന്നാമത്തെ ഈ 10 പ്ലസ് നാലാമത്തെ +5. എന്ത് കിട്ടും? 10 + 10 + 10 + 5 എന്താണ്? that is equal to 35. അപ്പൊ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഈ ഫിഗറിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് എന്താണ് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചല്ലേ. അല്ലെങ്കിൽ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ 48ൽ നിന്ന് 13നുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ പോരെ. 48 - 13 ആണ് എന്ത്? 35. സത്യല്ലേ? ടോട്ടൽ 48 ബനാനാസ് ഉണ്ടായിരുന്നു, മിച്ചം 13 ഉണ്ടാകും. നിങ്ങൾ എത്ര എണ്ണം ചെലവഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇടയിലത്തെ എത്ര കൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ആ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനത്തെ നമ്പറായ 48 - 13 that is equal to 35. ഇനി നമ്മൾ ഇതിനെ 48 - 30 എന്നിങ്ങനെ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നോ? ഇല്ല. ഈ ഫിഗർ വൈസ് 10 എണ്ണം വീതം കൗണ്ട് ചെയ്ത് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അതല്ലേ എളുപ്പം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. എല്ലാവരും എഴുതിക്ക്. 10 + 10 + 10 + 5 is equal to 35 എന്നുണ്ട്. So 48 മൈനസ് എന്ന് എഴുതിക്ക്. അവിടെ പെൻസിൽ വെച്ച് എല്ലാവരും മൈനസ് എന്ന് എഴുതിക്ക്. 48 - 13 is equal to 35. സത്യല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 56ഉം 37. 56ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. 10 വെച്ച് മിസ് ഇപ്പൊ പഠിപ്പിച്ച ആ മെത്തേഡ് വെച്ച് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ ഈ സൈഡിൽ എഴുതും അല്ലെ. 37 ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഏറ്റവും വലിയ നമ്പർ നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, നമുക്കപ്പോൾ 10 വെച്ച് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 37 ഉണ്ട്, 47 ഉണ്ട്, പിന്നെന്താണ് 57 ആണ് അല്ലെ. ഒറ്റ നമ്പറിന്റെ ആവശ്യം വരുന്നുള്ളൂ. 47 പിന്നെയോ 57 വരുന്നുണ്ട് അല്ലെ. 57 56 വരെ പോയാൽ മതിയായിരുന്നു അല്ലെ. നമുക്ക് നോക്കാം. 37 + 10 ആണ് 47 അല്ലെ. 47 + 10 ആണ് എന്ത്? 57 അല്ലെ. 47ൽ നിന്ന് 10 കൂട്ടിയാലാണ് 57 എത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 57 വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 56 വരെ പോയാൽ മതി അല്ലെ. ആഫ്റ്റർ 57ൽ നിന്ന് 56ലോട്ട് എന്ത് ദൂരമുണ്ട്? -1 ദൂരമേ ഉള്ളൂ അല്ലെ. -1 സത്യല്ലേ. അപ്പൊ നമ്മൾ സ്മോൾ എഴുതിയിട്ട് 4 നമ്പേഴ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ 10 പ്ലസ് രണ്ടാമത്തെ 10 പ്ലസ് പിന്നെയോ -1 ആണ് അല്ലെ. -1. അപ്പൊ നോക്കിക്കേ. 10 + 10 എന്താണ്? 20. 20 - 1 എന്താണ്? 19. പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ? സത്യല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ 56 ഇടയിലത്തെ കൗണ്ട് കണ്ടുപിടിക്കാൻ 56 - 37 is equal to എന്താണ്? 56 - 37 ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടും? 19 എന്ന ഉത്തരം കിട്ടും. സത്യല്ലേ? മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? 37ൽ നിന്ന് 47ലോട്ട് 10 ആണ്. 10 നമ്പർ ആഡ് ചെയ്യണം. 47ൽ നിന്ന് 57ലോട്ട് പിന്നെയും 10 നമ്പർ ആഡ് ചെയ്യണം.
പക്ഷെ നമുക്ക് 57 വരെ വേണ്ട, 56 മതി. അപ്പോൾ 57 56 ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? -1 ആണ് അല്ലേ? -1 എഴുതി കൊടുത്തു. അപ്പോൾ എന്തൊക്കെ എഴുതണം? ഈ 10ഉം ഈ രണ്ടാമത് കൂട്ടിയ 10ഉം പിന്നെ ഈ -1 കൂടെ നമ്മൾ ഓപ്പറേഷൻ എന്താണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 10 പിന്നെ -1. അപ്പോൾ എന്ത് കിട്ടി? 10 + 10 എന്താണ്? 20. 20 - 1 എന്താണ്? 19. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡൗട്ട് ഉടനെ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഹോംവർക്ക് ഉണ്ട്, നോട്ട്ബുക്കിലാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ എ എന്ന് കാണുന്ന ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ എന്താണ്? 56 - 37 ആ ബോക്സിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അവിടെ എന്ത് എഴുതണം? 90 എന്ന് എഴുതണം. 10 + 10 + -1 എന്താണ്? 19. സോ 56 - 37 എന്താണ്? 19. പെൻസിൽ ഉപയോഗിച്ച് അവിടെ എല്ലാം ഫിൽ ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെറിയ 80 59 ആണ്. അപ്പോൾ ചെറിയ നമ്പർ ലെഫ്റ്റ് സൈഡിലും വലിയ നമ്പർ എവിടെയാണ്? റൈറ്റ് സൈഡിൽ എഴുതി കൊടുത്തു. നമ്മൾ 10 ആഡ് ചെയ്ത് പോവുകയാണെ എന്താണ്? നമുക്ക് എളുപ്പത്തിന് ഇവിടെ എന്താണ് 59 എന്നുള്ളത് നമുക്ക് 60 ആക്കി കൊടുക്കാം അല്ലേ? 60 ആക്കി കൊടുത്തു. 59ൽ നിന്ന് 60ലോട്ടുള്ള ദൂരം എന്താണ്? +1 ദൂരമേ ഉള്ളൂ. +1 ദൂരം അല്ലേ? ഇനി എന്താണ്? +10 ആഡ് ചെയ്താൽ 70 ആയി. പിന്നെയോ പിന്നെയും +10 ആഡ് ചെയ്താൽ എന്താണ്? 80 ആയി. അപ്പൊ കഴിഞ്ഞില്ലേ? നമ്മുടെ കണ്ടുപിടുത്തം എല്ലാം കഴിഞ്ഞല്ലേ? അപ്പൊ എന്തൊക്കെയാണ് മുകളിൽ വരുന്നത്? എന്തൊക്കെയാണ്? 1 + 10 + 10. ഉത്തരം എന്ത് കിട്ടി? 21. അവിടെ എഴുതിക്കുക എല്ലാവരും. 1 + 3 ഡാഷ് ഡാഷ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 + 10 + 10 that is equal to 21. 1 + 10 എന്താണ്? 11. 11 + 10 21. ഓക്കെ, താഴത്ത് സോ എന്ന് കിടക്കുന്നിടത്ത് 80 - 59 മൈനസ് എന്ന് എഴുതുക. 80 - 59 ആൻസർ എന്താണ്? 21. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. 80 - 59 ചെയ്ത് നോക്കിക്കോ. എന്ത് കിട്ടും? 21 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നതിലാണോ ഇങ്ങനെ ചെയ്യുന്നതാണോ എളുപ്പം? നമുക്ക് 10 വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയല്ലേ എളുപ്പം. എളുപ്പം ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 16 45. ഓക്കെ, 16 45 നമ്മൾ ഡിഫറൻസ് നോക്കാം. അപ്പൊ ചെറിയ നമ്പർ ഏതാണ്? 45 അല്ലേ? 45. വലിയ നമ്പറോ? 60. സത്യമല്ലേ? അപ്പൊ നമുക്ക് 45നെ 50ലോട്ട് ആക്കാം അല്ലേ? 10 നമുക്ക് ആഡ് ചെയ്ത് പോകുന്ന ഫോർമാറ്റിലാക്കണ്ടേ? 45നെ 50 ആക്കി. അപ്പൊ എത്ര വ്യത്യാസം വന്നു? +5 വ്യത്യാസമേ ഉള്ളൂ അല്ലെ? 45 നിന്ന് 50ലോട്ട് +5 വ്യത്യാസമാണ്. 50ൽ നിന്ന് 60ലോട്ടോ +10. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്തൊക്കെയാണ്? മുകളിൽ +5 +10. അപ്പോൾ 5 + 10 = എന്താണ്? 15. സത്യമല്ലേ? 50. അവിടെ എഴുതിക്കേ 5 + 10 = 15. സോ അവിടെ എഴുതിക്കേ 60 - 45. മൈനസ് എന്ന് എഴുതിക്കേ 60 - 45 = എന്താണ് ഉത്തരം? 15. ഡൗട്ട് ഉണ്ടെങ്കിൽ 60 - 45 എന്ന് ചെയ്ത് നോക്കുക. ഉത്തരം 15 എന്ന് തന്നെ കിട്ടും. 15 എന്ന് നമ്മൾ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 85 ഉം 63. 85 ഉം 63. ഓക്കെ, അപ്പോൾ 85 ഉം 63 നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. മിസ് എന്നാലും എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 63 ചെറിയ നമ്പറിന് ലെഫ്റ്റ് സൈഡിൽ എഴുതി, 85 എന്ന വലിയ നമ്പറിനെയോ റൈറ്റ് സൈഡിൽ എഴുതി അല്ലേ? അപ്പോൾ 85 ആണ്. അപ്പോൾ നമുക്ക് 10 ആഡ് ചെയ്ത് പോകുന്ന രൂപത്തിലാണ്. അപ്പോൾ 65ൽ നമുക്ക് 63യെ നമുക്ക് 65ലോട്ട് ആക്കാം. +2 കൊടുത്ത് 65 ആക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് +10 കൊടുക്കുമ്പോൾ 75 ആയി അല്ലേ? 65ൽ നിന്ന് +10 കൊടുക്കുമ്പോൾ 75 ആയി. 75ൽ നിന്ന് +10 കൊടുക്കുമ്പോൾ 85 ആയി. അപ്പോൾ മുകളിൽ കിട്ടിയ നമ്പേഴ്സ് എന്തൊക്കെയാണ്? +2 എന്താണ്? 2 + 10 + 10. ഉത്തരം എന്താണ്? 22. അപ്പോൾ യഥാർത്ഥത്തിൽ സോ 85 - 63 = ഉത്തരം എന്താണ്? 22. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഉത്തരം എന്ത് കിട്ടും? 85 - 63 = 22. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചെയ്യുമോ? 84 ഉം 69 ഉം F 16 20 ഉം
പിന്നെയോ 1950. 84 69 എങ്ങനെ ആക്കാം? 69 70 ആക്കാം. എന്താണ് 70 ആക്കുക? 70യോ പിന്നെ 80 ആക്കുക. പിന്നെയോ കാണിച്ചു തരാം. പല രീതിയിൽ ചെയ്യാൻ പറ്റും. 69 ഉണ്ട്, പിന്നെയോ 84 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 69 70 ആക്കി കൊടുക്കാം. ഓക്കെ, 69 70 +1 ദൂരവേ ഉള്ളു അല്ലെ. പിന്നെ 70 കഴിഞ്ഞോ 80 ആക്കി, +10 ദൂരമുണ്ട്. 80 കഴിഞ്ഞാലോ 90 ആയിരുന്നു അല്ലെ. 80 കഴിഞ്ഞാൽ +10 90 ആയിരുന്നു. പക്ഷെ 90 വരെ പോകണ്ട അല്ലെ. 90 വരെ പോകേണ്ട ആവശ്യമില്ല, 84 വരെ മതിയായിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. 90 നിന്ന് 84 എന്ത് ദൂരമുണ്ട്? -6 ദൂരമുണ്ട് അല്ലെ. -6 ദൂരമുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 + 10 + 10 -6 കണ്ടോ. 1 + 10 + 10 + -6 ഉത്തരം കിട്ടും. 1 + 10 എന്താണ്? 20. 1 + 10 എന്താണ്? 11. 11 + 10 എന്താണ്? 21. 21 - 6 എന്ത് കിട്ടും? 15 എന്ന് ഉത്തരം കിട്ടും. സത്യമല്ലേ? 21 - 10 എന്താണ്? 15. സോറി, 21 - 6 എന്താണ്? 15 എന്ന് ഉത്തരം കിട്ടും. സോ therefore 84 - 69 എന്ന് വെച്ചാൽ എന്ത് ഉത്തരമാണ് കിട്ടേണ്ടത്? 15 എന്ന ഉത്തരമാണല്ലേ കിട്ടുന്നത്. അപ്പോ പേജ് നമ്പർ 91 DEFG എന്ന ആ 4 ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ എഴുതണം. പേജ് നമ്പർ 91 ഹെഡിങ് കൊടുക്കുക, കൗണ്ട് സബ്ട്രാക്ട് എന്നും ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആ 4 ക്വസ്റ്റ്യൻസും എഴുതി ഇതേപോലെ ഈ ഫോർമാറ്റിൽ പടം വരച്ച് എല്ലാവരും ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്താണ് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, മിസ്സിന് ഹോംവർക്ക് മറക്കാതെ അയച്ചു തരണം, എന്നാലും മിസ്സിന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സിൽ വർക്കുകൾ കുറവാണ്, ഈ വർക്കേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 92 All the King's Horses. ഒരു കഥയാണ് കേട്ടോ. Once there was a king who could count only up to 9. ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 9 വരെ 1 2 3 4 5 6 7 8 9 അങ്ങനെ 9 വരെ എണ്ണാനെ അറിയാം, കൗണ്ട് ചെയ്യാനേ അറിയുള്ളായിരുന്നേ. അപ് ടു വാട്ട് നമ്പർ can you count? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുന്ന കുഞ്ഞുമക്കൾക്ക് എന്താണ് ഏത് നമ്പർ വരെ കൗണ്ട് ചെയ്യാൻ അറിയാം എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ എഴുതുക. ഇപ്പൊ 100 വരെ ആണെങ്കിൽ 100 ഒന്നും അല്ലേ, 1000 വരെയൊക്കെ അറിയാം. 1000 2000 ഒക്കെ അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഏത് നമ്പർ വരെ കൗണ്ട് ചെയ്യാൻ അറിയാമോ ആ നമ്പർ വരെ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് നമ്പർ അവിടെ എഴുതി കൊടുക്കുക. ദി കിങ് ലവ്ഡ് ഹോഴ്സസ്. ആ രാജാവിന് എന്താണ് 9 വരെ എണ്ണാൻ അറിയത്തുള്ളൂ. ആ രാജാവിന് കുതിരകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഹി കുഡ് നെവർ കൗണ്ട് ഓൾ ഓഫ് ദം. പക്ഷെ അദ്ദേഹത്തിന് 9 വരെയല്ലേ എണ്ണാൻ അറിയത്തുള്ളൂ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് രാജാവിന് ഉണ്ടായിരുന്ന ആ കുതിരകളെ എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് എണ്ണി വെക്കാനൊന്നും രാജാവിന് അറിയത്തില്ല. He kept them in such a way that he needs to count only up to 9 from each side. കണ്ടില്ലേ, ഓരോ അറകളിലായിട്ട് രാജാവ് എന്തെടുത്തു? ആ കുതിരകളെ എല്ലാം അറേഞ്ച് ചെയ്തു അല്ലെ. ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. ഇവിടെ നടുക്ക് കുറച്ച് പുല്ലുകളാണ്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3 അല്ലേ. ആ പടം കണ്ടില്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ഓരോ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ എന്താണ് 9 ആയി അല്ലെ. 3 + 3 + 3 എന്താണ് 9 ആയി. ഇവിടെ താഴത്തോട്ട് എണ്ണിക്ക് 3 + 3 + 3 എന്താണ് 9. ഇവിടെ നടുക്ക് പുല്ലാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എണ്ണാൻ സാധിക്കത്തില്ല, പുല്ല് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഒരു മതിലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നീളത്തിൽ എണ്ണാൻ സാധിക്കത്തില്ല. ഏറ്റവും താഴെ നീളത്തിലോട്ട് എണ്ണിക്ക് 3 + 3 + 3 എന്താണ് 9. ഇനി ഇങ്ങനെ എണ്ണിക്കേറ്റ് അവസാനത്തെ കുളം താഴത്തോട്ട് 3 + 3 + 3 എന്താണ് 9 അല്ലെ. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ എന്താണ് 9 എന്ന നമ്പർ കിട്ടും അല്ലെ. അങ്ങനെ 3 ഒട്ടകങ്ങളെ അല്ല ഹോഴ്സസിനെ എന്ത് ചെയ്തു? കുതിരകളെ ഒരു അറയിൽ വെച്ചു, രണ്ടാമത്തെ അറയിൽ 3 എണ്ണത്തിന് വെച്ചു, മൂന്നാമത്തെ അറയിൽ 3 എണ്ണത്തിന് വെച്ചു. അങ്ങനെ ഈ രീതിയിൽ 3 എണ്ണം ഇത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓരോ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ എന്ത് കിട്ടി? 9 എന്ന കൗണ്ട് ആണല്ലേ കിട്ടുന്നത്. രാജാവിന് സുഖമായിട്ട് എത്ര ഹോഴ്സസ് ഉണ്ട് വന്ന് കൃത്യമായിട്ട് എണ്ണാൻ സാധിക്കും അല്ലേ. 9 വരെ എണ്ണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഓരോ അറയിൽ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3 അങ്ങനെ ഈ സൈഡ് കൂടെ ഇപ്പൊ 9 കിട്ടി. ഇവിടെ എന്താണ് ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. ഈ സൈഡ് എണ്ണിപ്പോ 9 കിട്ടി. താഴത്തോട്ട് ഇവിടെ വന്ന് എണ്ണിപ്പോ 9 ആയി. ഇവിടെ അങ്ങറ്റത്ത് ഇവിടെ വന്ന് എണ്ണിയപ്പോഴും 9 ആയി അല്ലെ.
ഇങ്ങനെയാണ് ആ രാജാവ് എന്ത് ചെയ്തത്, ആ കുതിരകളെ എല്ലാം അറേഞ്ച് ചെയ്ത് ഓരോ അറകളിലായിട്ട് വെച്ചിരുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഹൗ മെനി ഹോഴ്സസ് ഇൻ ഓൾ ഡിഡ് ദ കിങ് ഹാവ്? അങ്ങനെയെങ്കിൽ ഈ കണക്ക് വെച്ച് രാജാവിന് എത്ര കുതിരകൾ ഉണ്ടായിരുന്നു? ഒന്ന് കൗണ്ട് ചെയ്തേ. 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 ടോട്ടൽ 8 പ്രാവശ്യം 3 ആഡ് ചെയ്യണം. ഉത്തരം എന്ത് കിട്ടും? 8 പ്രാവശ്യം 3 ആഡ് ചെയ്ത് 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 എന്ത് കിട്ടി? ഉത്തരം 24 എന്ന് കിട്ടും. അല്ലെങ്കിൽ 8 × 3 = 24 അല്ലെ? 8 അറകളിലായിട്ട് 3 എണ്ണത്തിന് വീതം വെച്ചിട്ടുണ്ട്. അപ്പോ ടോട്ടൽ എണ്ണം എത്ര ഹോഴ്സസ് ഉണ്ടായിരുന്നു? 24 ഉണ്ടായിരുന്നു അല്ലെ? One day a visitor with 4 horses came there. ഒരു ദിവസം ഒരു അതിഥി വന്നു അല്ലെ? ആ അതിഥിയുടെ കയ്യിൽ എത്ര ഹോഴ്സസ് ഉണ്ടായിരുന്നു? 4 ഹോഴ്സസ് ഉണ്ടായിരുന്നേ. It was getting dark, so he wanted to stay there at night. അപ്പൊ എന്താണ്, ആ അതിഥി വന്ന് സൽക്കാരം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? രാത്രിയായി അല്ലേ? അപ്പൊ അതിഥിക്ക് അവിടെ രാത്രി അവിടെ ആ കൊട്ടാരത്തിൽ തന്നെ രാജാവിന്റെ കൂടെ താമസിക്കേണ്ടതായിട്ട് വന്നല്ലേ? ബട്ട് ദ ഹോഴ്സ് കീപ്പർ വാസ് സ്കേർഡ്. പക്ഷെ എന്താണ്, കുതിരയെ സൂക്ഷിച്ചു നിൽക്കുന്ന ആ ഒരു കാവൽക്കാരന് ഭയങ്കര പേടിയായിരുന്നു. If the king saw these extra horses, he would be very angry. എന്താണ്, വന്ന ആ വിസിറ്ററിന്റെ കയ്യിൽ 4 കുതിരകൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ രാജാവിന് 9 വരെ എണ്ണാൻ അറിയത്തുള്ളൂ. ഓരോ സൈഡിൽ നോക്കുമ്പോൾ 9 തന്നെ വരാൻ പാടുള്ളൂ അല്ലെ? അപ്പൊ ആ വിസിറ്റർ കൊണ്ടുവന്ന ആ 4 കുതിരകളെയും കൂടെ ഈ അറകളിലായിട്ട് അറേഞ്ച് ചെയ്താൽ എന്താണ്, കുതിരകളുടെ എണ്ണം കൂടും അല്ലെ? അപ്പൊ രാജാവ് രാത്രി വന്ന് എണ്ണി നോക്കുമ്പോൾ എണ്ണം കൂടുതലാണെങ്കിൽ എണ്ണാൻ പറ്റത്തില്ലെങ്കിൽ രാജാവ് ഈ കാവൽക്കാരനെ വഴക്ക് പറയത്തില്ലേ? ആ കാവൽക്കാരൻ ഇങ്ങനെ എന്ത് ചെയ്തു? അത് പേടിച്ചു നിൽക്കുക. എന്ത് ചെയ്യും? ഈ കുതിരകളെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? ഇതിങ്ങനെ പേടിച്ചു നിൽക്കുക. രാജാവിന് നമുക്ക് എന്താണ് ദേഷ്യപ്പെടുത്താൻ പറ്റത്തില്ല അല്ലേ? The visitor said, "Do not worry." എന്താണ് വിസിറ്റർ പറയുവാണ്, നീ വിഷമിക്കണ്ട. കാവൽക്കാരനോട് പറയുവാണ്, നീ വിഷമിക്കണ്ട. The king will never know, so he arranged the horses like this. രാജാവ് ഒരിക്കലും തിരിച്ചറിയത്തില്ല. പക്ഷെ എന്താണ്, ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ കുതിരകളെ അറേഞ്ച് ചെയ്താൽ രാജാവിന് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഓരോ സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും 9 എണ്ണമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് വഴക്കൊന്നും കിട്ടത്തില്ല, നീ പേടിക്കേണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ആ വിസിറ്റർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നോക്കിക്കേ, ബോക്സ് കണ്ടോ എല്ലാവരും? നടുക്ക് ഇവിടെ മതിലാണല്ലേ, കുറച്ച് പുല്ലൊക്കെയാണല്ലേ? അപ്പൊ അവിടെ ഒന്നും വെക്കാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ അറേഞ്ച് ചെയ്തു അല്ലെ? അങ്ങനെയൊക്കെ നോക്കിക്കേ, ഓരോ സൈഡിൽ നിന്നുമ്പോൾ എന്താണ് 2+. ആദ്യത്തെ അറയിൽ 2 എണ്ണം, രണ്ടാമത്തെ അറയിൽ 5 എണ്ണം, പിന്നെയും 2. ഒന്ന് എണ്ണി നോക്കിക്കേ, 2 + 5 + 2 എന്താണ്? 9. 2 + 5 + 2 എന്താണ്? 9. താഴത്തോട്ട് എണ്ണിക്കേ, 2 + 5 + 2 എന്താണ്? 9. 2 + 5 + 2 എന്താണ്? 9. അപ്പൊ ഓരോ അറയിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും എന്താണ്? ടോട്ടൽ 9 ഹോഴ്സസ് തന്നെ ഉള്ളൂ അല്ലെ? ഇവിടെ നിന്ന് എണ്ണി നോക്കുമ്പോഴും 9 ആണ്, ഇവിടെ നിന്നുമ്പോഴും 9 ആണ്, താഴത്തോട്ട് എണ്ണിയാലും 9 ആണ്, ഇങ്ങോട്ട് എണ്ണിയാലും 9 ആണ് അല്ലെ? അപ്പോൾ ടോട്ടൽ ഇപ്പൊ എത്ര ഹോഴ്സസ് ഉണ്ട്? 2 + 5 + 2 + 5 + 5 + 2 + 5 + 2 എല്ലാ നമ്പേഴ്സും, അകത്തുള്ള എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തേ. എത്ര ഹോഴ്സസ് ഉണ്ട് ടോട്ടൽ? How many horses are there now? That is equal to എന്താണ്? 28. എല്ലാവരും ആഡ് ചെയ്തേ. That is equal to 28. അവിടെ എഴുതിക്ക് എല്ലാവരും 28. At night the king came to count the horses. രാത്രി ആയപ്പോൾ രാജാവ് എന്താണ്? കുതിരകളെ എണ്ണാൻ വേണ്ടി എത്തി അല്ലേ? Along each side he counted 9 horses. That's fine, he said. Then he happily went to sleep. രാജാവ് രാത്രി വന്ന് എണ്ണി നോക്കിയപ്പോൾ എന്താണ്? ഓരോ സൈഡിലും 9 എണ്ണം വീതമേ ഉള്ളൂ അല്ലെ? ഓരോ സൈഡിലും 9 എണ്ണം ഉള്ളു. രാജാവിന് സന്തോഷമായി. കുതിരകൾക്കൊന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. രാജാവ് എന്ത് ചെയ്തു? രാജാവ് കിടന്നുറങ്ങാൻ പോയി. In the morning the clever visitor tried another trick. രാവിലെ ആയപ്പോൾ എന്ത് ചെയ്തു? വന്ന അതിഥി ബുദ്ധിമാനായിരുന്നു അല്ലെ? ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. He took out his own 4 horses. എന്ത് ചെയ്തു? ഈ കൂട്ടത്തിൽ നിന്നുള്ള ആ വിസിറ്ററിന്റെ 4 കുതിരകളെ അദ്ദേഹം ആദ്യം എടുത്തു മാറ്റി. ആ വിസിറ്റർ ആദ്യം തന്നെ സ്വന്തം ഒട്ടകങ്ങളെ എടുത്തു മാറ്റി. But he also ran away with some of the king's horses. എന്ത് ചെയ്തു? കൂട്ടത്തിൽ എന്ത് ചെയ്തു? രാജാവിന്റെ കുറച്ച് ഒട്ടകം എന്നാ വരുന്നത്, കുറച്ച് കുതിരകളെയും കൂടെ ഈ വിസിറ്റർ എന്ത് ചെയ്തു? അങ്ങ് അടിച്ചോണ്ട് പോയി അല്ലെ? ഈ സ്വന്തമായിട്ടുണ്ടായിരുന്ന 4 കുതിരകളെ
എടുത്തോണ്ട് പോയി. പിന്നെ രാജാവിന്റെ കുറച്ച് കുതിരകളെ കൂടെ ഈ വിസിറ്റർ എടുത്തോണ്ട് പോയി. He left the king's horses standing in this way. പക്ഷെ എന്ത് ചെയ്തു? രാജാവിന്റെ ബാക്കിയുള്ള കുതിരകളെല്ലാം അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് അല്ലേ പോയത്. നോക്കിക്കേ കണ്ടോ, ഫസ്റ്റ് 4 1 4 1 1 4 1 4. അപ്പൊ രാജാവ് വന്ന് ഓരോ സൈഡിൽ എണ്ണി നോക്കുമ്പോൾ എന്താണ്, ടോട്ടൽ 9 തന്നെയാണ് അല്ലേ. 4 + 1 + 4 എന്താണ് 9. 4 + 1 + 4 എന്താണ് 9. ഇങ്ങനെ നോക്കിയേ 4 + 1 + 4 എന്താണ് 9. 4 + 1 + 4 എന്താണ് 9. അപ്പൊ ഓരോ സൈഡിൽ നിന്ന് രാജാവ് എണ്ണി നോക്കുമ്പോഴും എന്താണ് 9 ഹോഴ്സസ് തന്നെയാണ് അല്ലേ. അപ്പൊ എന്താണ്, the silly king did not find any horse missing. Can you help him? എന്നാണ്. പക്ഷെ ആ രാജാവ് കബളിക്കപ്പെട്ടല്ലേ. രാജാവിന്റെ കുറെ കുതിരകളെ വന്ന അതിഥി എടുത്തോണ്ട് പോയി. രാജാവിന് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ആ കുതിരകളെല്ലാം ഓരോ ലൈനിൽ നോക്കുമ്പോൾ 9 വീതം ഉണ്ട്. ഓരോ ലൈനിൽ നോക്കുമ്പോൾ 9 ഉള്ളത് കൊണ്ട് രാജാവ് എന്ത് വിചാരിക്കും, തനിക്കുണ്ടായിരുന്ന ആ കുതിരകളെല്ലാം അവിടെ സേഫ് ആയിട്ട് ഉണ്ടെന്ന് രാജാവ് വിചാരിച്ചിരിക്കും അല്ലേ. How many horses are now left? അങ്ങനെയെങ്കിൽ ഈ നാലാമത്തെ കണ്ടില്ലേ, ഈ ഒരു ബോക്സിൽ എത്ര കുതിരകളാണ്, എത്ര ഹോഴ്സസ് ആണ് മിച്ചമുള്ളത് നമുക്കത് കണ്ടുപിടിക്കാം. ഒന്ന് ആഡ് ചെയ്തേ. 4 + 1 + 4 1 + 1 + 4 + 1 + 4. ടോട്ടൽ എന്ത് കിട്ടി? ഒന്ന് ആഡ് ചെയ്ത് എല്ലാവരും ടോട്ടൽ 20 എന്ന് എഴുതിക്കുക അവിടെ എല്ലാവരും 20. How many of king's horses were taken away? കിങ്ങിന് ആദ്യം 24 അല്ലേ. ഫസ്റ്റ് ബോക്സിൽ പേജ് നമ്പർ 92 നമ്മൾ ആ 3യുടെ ആ ഒരു ടേബിള് ടോട്ടൽ കൗണ്ട് ചെയ്തപ്പോൾ എത്ര കുതിരകൾ ഉണ്ടായിരുന്നു? 24 ആണ്. ഇപ്പൊ ലാസ്റ്റ് എത്തിയപ്പോൾ ഇങ്ങനെ എത്ര, പേജ് നമ്പർ 94 ആ ഒരു ബോക്സ് ആഡ് ചെയ്യുമ്പോൾ 20 ഉള്ളു അല്ലേ. അപ്പോ രാജാവിന്റെ എത്ര കുതിരകളെയാണ് അദ്ദേഹം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്? 4 അല്ലേ. അവിടെ എഴുതിക്കെല്ലാരും 4 of king's horses were taken away by the clever visitor. ഓക്കെ, 4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക 4. ഇതൊരു പസിലാണ്. What numbers are we? If you add us both you get 100. Difference between us is also 100. രണ്ട് നമ്പേഴ്സും, ഇത് പസിലാണ്, എല്ലാവരും ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ്. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 100 എന്ന ഉത്തരം കിട്ടും. പക്ഷെ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 100 തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരുന്ന രണ്ട് നമ്പേഴ്സ് ഇതൊക്കെയാണ്. രണ്ട് നമ്പേഴ്സ് 100ഉം 0ഉം തമ്മിൽ ആഡ് ചെയ്താൽ ഉത്തരം എന്താണ്? 100 അല്ലേ. 100 0 നമ്മൾ മൈനസ് ചെയ്താൽ ഉത്തരം എന്ത് കിട്ടും? 100. അപ്പോ ഏതൊക്കെയായിരിക്കാം നമ്പേഴ്സ്? ഏതൊക്കെയായിരിക്കും? 100ഉം 0ഉം. അവിടെ എഴുതിക്ക് 100 and 0 അല്ലെ. 100ഉം 0 ആഡ് ചെയ്താൽ 100 തന്നെ കിട്ടും. 100ഉം 0 മൈനസ് ചെയ്താലും 100 തന്നെ കിട്ടും അല്ലെ. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? 100, 0. ഓക്കെ, പേജ് നമ്പർ 94 ക്വസ്റ്റ്യൻ്റെ ആൻസറും പേജ് നമ്പർ 93, പേജ് നമ്പർ 92 എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. പേജ് നമ്പർ 89ഉം പേജ് നമ്പർ 90ഉം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. അത് മിസ് അയച്ചു തരാം, ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. പേജ് നമ്പർ 91ലെ ആ 4 ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട് ബുക്കിൽ തന്നെ ഹെഡിങ് കൊടുത്ത് പേജ് നമ്പർ കൊടുത്ത് നോട്ട് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരണം. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.